ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് ആക്ച്വലി ഏഷ്യനെറ്റ് ഫൈബറിൻ്റെ സൈഡിൽ നിന്ന് ഒരു കിടിലൻ ഓഫർ കിട്ടിയിട്ടാ. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഞാൻ ഓൾറെഡി ഏഷ്യനെറ്റ് ഫൈബറിൻ്റെ യൂസർ ആയിരുന്നു. നമ്മളൊരു 4 മാസം 5 മാസമായിട്ട് സാധനം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ വരാറുണ്ട്. അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഒരു വാട്സപ്പ് മെസ്സേജ് വന്നതായിരുന്നു അവരുടെ ഒഫീഷ്യൽ ഏഷ്യനെറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ. അതായത് 1400 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് 40 Mbps ഉള്ള സ്പീഡുള്ള നമുക്ക് നെറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓഫറാണ്. നമുക്ക് ആമസോണിൻ്റെ ആരോ വന്നിട്ടുണ്ട്. അത് കാരണം പോപ്പിയോടെ ഭയങ്കര കുറയാ. അപ്പോൾ സൗണ്ട് ചിലപ്പോൾ കേൾക്കേണ്ടായിരിക്കും. ഞാൻ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അവനൊരു രക്ഷയില്ലാണ്ടിരിക്കും. ഇപ്പോൾ ഭയങ്കര കുറയാ. അപ്പോൾ ഞാൻ ഓഫർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഓഫർ വന്നിരിക്കുന്നുണ്ടോ, ഏഷ്യനെറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കണ്ടു, ദ ഗ്രേറ്റ് കം ബാക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിൽ വരുന്നതാണ്. ഇനി ഞാനത് അവർ പറഞ്ഞേക്കുന്നത് ഞാനൊക്കെ മെസ്സേജ് കാണിച്ചു തരാം. അവരതിന് ശേഷം നമുക്കൊരു നമ്പർ അതിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കസ്റ്റമർ കെയർ നമ്പർ. അതിൽ ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചാറ്റ് ചെയ്തപ്പോൾ അവർ തന്നേക്കുന്ന ഓഫറാണ്. കണ്ടോ, 1402 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് 40 Mbps അൺലിമിറ്റഡ് നെറ്റ് ഫ്രീ. ഞാൻ ചെയ്തു. എന്ന് വെച്ചാൽ കിടിലൻ ഓഫറാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് BSNL ആണ്. അതിനെനിക്ക് 100 Mbps പ്ലാൻ 700 രൂപ കൊടുക്കണം. ഞാനിത് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്താലോ എന്ന് തന്നെ വരെ ആലോചിക്കുന്നത്. വെച്ചാൽ എനിക്ക് രണ്ടും ഇത്ര യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഏഷ്യനെറ്റ് ക്ലോസ് ചെയ്തത്. പിന്നെ എൻ്റെ ഏഷ്യനെറ്റിൻ്റെ മോഡൊക്കെ ഒരു പഴഞ്ചൻ മോഡൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ BSNL ക്ലോസ് ചെയ്യാതെന്ന് വെച്ചാൽ BSNL ഇപ്പോൾ ഓൾമോസ്റ്റ് 3 കൊല്ലം ആവാറായിട്ടുണ്ട്. BSNL നമ്മൾ വാങ്ങിച്ച മോഡ് അത് നെറ്റ് ലിങ്കിൻ്റെ കൂറ മോഡായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നെറ്റ് ലിങ്കിൻ്റെ മോഡ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുന്നില്ല. വെച്ചാൽ നെറ്റ് ലിങ്കിൻ്റെ മോഡെന്ന് പറയുന്നത് കൂറ സാധനമാണ്. ലോക്കൽ ചൈനീസ് അൺബ്രാൻഡഡ് സാധനം ഇവർ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കുന്ന സാധനമാണ്. ഇപ്പോൾ നമുക്കതിൽ ഫേംവെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടൂല. വേറെ കാര്യം, ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മോഡത്തിൻ്റെ സെക്യൂരിറ്റീനെ അത് ബാധിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് നമ്മുടെ ഫോണിൽ സംഭവത്തൊക്കെ ഇല്ല. അതുപോലെ തന്നെ അപ്പോൾ ഞാനിതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് സെക്യൂരിറ്റി വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഒറിജിനൽ മോഡം വാങ്ങിക്കാൻ, ബ്രാൻഡ് നെയിം പറയുന്നില്ല, മോഡം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ അതാണ് ഉപയോഗിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എനിക്ക് ആക്ച്വലി ഏഷ്യനെറ്റ് ഫീൽ ചെയ്തേക്കുന്നത് ഇവരെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഭയങ്കര പൂറാണ് കേട്ടോ, പത്തറ്റിക്കാണ്. നമ്മൾ ഒരു ശേഷം കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വീഡിയോ കിട്ടുന്നത്. അതിന് ശേഷം അവർ ഇങ്ങോട്ട് അവരുടെ സോണൽ മാനേജറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് ശേഷം കുഴപ്പമില്ലാത്ത കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ, എനിക്ക് ആദ്യം ഇവർ എടുത്തപ്പോൾ നമുക്ക് കിട്ടിത്തന്ന പ്ലാനും 499 പ്ലാനായിരുന്നു, അല്ല 399 പ്ലാനായിരുന്നു, 60 Mbps പ്ലാൻ. അതും നല്ല സാധനമായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ റേറ്റ് കുറവായിരുന്നു. BSNL വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. BSNL 60 Mbps പ്ലാൻ വരുന്നത് ഈ സെയിം ആണ്, 700 രൂപ വരും. 60 Mbps. എനിക്കത് ഓഫറിൽ 100 Mbps കിട്ടിയതാണ്. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ നോക്കിക്കഴിഞ്ഞാൽ 700 രൂപ ടോട്ടൽ വരും. ഇതാണെങ്കിൽ നമുക്ക് ടോട്ടൽ 399 വരുന്നതാണല്ലോ. അപ്പോൾ അത് കിടിലൻ ഓഫറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊരു ഏഷ്യനെറ്റ് ഫൈബർ യൂസ് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചിലപ്പോൾ നല്ല ഓഫർ കിട്ടാൻ സാധ്യത കേട്ടോ. എന്ന് വെച്ചാൽ 6 മാസത്തേക്ക് 1400 രൂപ ടോട്ടലി എല്ലാം കൂടിയിട്ട് 1500 രൂപ ഞാൻ അടച്ചു. ആമസോൺ ത്രൂ അടച്ചു. ഞാൻ നേരത്തെ അതിൻ്റെ ബില്ല് സംഭവം കാണിച്ചതല്ലോ. അപ്പോൾ ഇൻക്ലൂഡിങ് GST ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1402 രൂപ ഡിവൈഡഡ് ബൈ 6, അതായത് ഒരു മാസത്തേക്ക് എനിക്ക് 233 രൂപ വരുന്നുള്ളൂ. അതും 40 Mbps പ്ലാനാണ്. 40 എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. എനിക്കിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, നമ്മുടെ വർക്ക് ഫ്രം ഹോം ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ചെയ്യാം. എന്നുവെച്ചാൽ നമുക്ക് ഭയങ്കര ഹെവി യൂസേജ് ഒന്നും ഇല്ല. പിന്നെ അതല്ലാണ്ട് നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റാസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഇല്ല. അപ്പോൾ അത് ഒരു കിടിലൻ ഓഫർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി BSNL നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓപ്ഷൻ ചിലപ്പോൾ കിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇതെടുത്തിട്ട് ഇനി BSNL ക്ലോസ് ചെയ്താലെന്ന് ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ BSNL 700 രൂപ ബില്ല് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ട് ബ്രോഡ്ബാൻഡിൻ്റെ യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യാൻ കാരണം. ചിലപ്പോൾ ഞാൻ BSNL ക്ലോസ് ചെയ്യും. BSNL ആകെയുള്ളൊരു പ്രോബ്ലം വെച്ചാൽ നമ്മളത് 6000 രൂപ കൊടുത്തിട്ട് ഇനീഷ്യൽ ടൈമിൽ ഞാൻ നെറ്റ് ലിങ്കിൻ്റെ മോഡൊക്കെ വാങ്ങിച്ച് വെച്ചതാണ്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി അത് എന്താ വെറുതെ വെച്ചിരിക്കുക. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ BSNL ഇപ്പോൾ കട്ട് ചെയ്യാത്തത്. എന്ന് വെച്ചാൽ പ്ലാൻ വൈസ് നോക്കി കഴിഞ്ഞാൽ BSNL റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഏഷ്യനെറ്റിന് തന്നെ ഇപ്പോൾ മിസ് കോൾ വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നമ്പർ വിളിച്ചപ്പോൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഒരു ഏഷ്യനെ കസ്റ്റമർ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫറിൽ കിട്ടുക. എന്ന് വെച്ചാൽ ഇവർ നമ്മൾ കട്ട് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, വേറെ ഓഫർ തരാം, റേറ്റ് കുറഞ്ഞ ഓഫർ തരാം. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂസേജ്, ഞാൻ അത് ഒറിജിനൽ കാരണം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് യൂസേജ് ഇല്ല. എന്ന് വെച്ചാൽ ഓൾറെഡി BSNL ഇരിക്കുന്നുണ്ട്, പിന്നെ ഏഷ്യനെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും കൂടിയിട്ട് നമുക്ക് ഭയങ്കര യൂസേജ് കുറവാണ്. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി ക്ലോസ് ചെയ്യാൻ കാരണം.
അപ്പോൾ എനിക്ക് അവർ അതിനനുസരിച്ചിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫർ എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മളത് അന്ന് വേണ്ടാന്ന് വെച്ചു. ഇപ്പം പിന്നെ ഈ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ ചാടിക്കയറി എടുത്തു. എന്തായാലും നമുക്ക് ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് 3-4 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്പീഡും 40 കറക്റ്റ് കിട്ടുന്ന ആ സംഭവങ്ങളൊക്കെ ഞാൻ പറയാം എന്തായാലും. എന്ന് വെച്ചാൽ 233 രൂപയാണ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ മാസത്തിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ല കിടിലൻ ഓഫറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് കാണാം. ബൈ.